പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് 3-ാം ദിവസത്തെ ബൈബിൾ വായന തുടങ്ങാം. ഈശോയുടെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വായിക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും കരുണയും ഓർത്ത് നന്ദി അർപ്പിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ലവ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, അഡോർ യു ജീസസ്. ഈശോയെ ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം കൃപ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം വായിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനെ ഓർത്ത് ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും കരുണയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും നിറയ്ക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് ഈ വചനത്തിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. നമുക്ക് ഈ വചനങ്ങളിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ ഞങ്ങളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആമേൻ. ഇത് ജ്ഞാനം 9-ാം അധ്യായം 10-ാം വാക്യമാണ്. ഇനി എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ആമേൻ. ഇനി നമുക്ക് വചനത്തിൻ്റെ അമ്മയായ നമ്മുടെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥയാൽ ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വചന വായന തുടങ്ങാം. ഉൽപ്പത്തി 7-ാം അധ്യായം. ജലപ്രളയം. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസവും കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യ്ക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ 2 വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. നോഹയുടെ ജീവിതത്തിൻ്റെ 600 വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി. ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്ന് തന്നെ നോഹയും ഭാര്യയും അവൻ്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലാ ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിൽ നിന്നും ഈ 2 വീതം നോഹയോട് കൂടെ പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു.
ആകാശത്തിന് കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു. ഇനി നമുക്ക് 8-ാം അധ്യായം വായിക്കാം. ജലപ്രളയത്തിൻ്റെ അന്ത്യം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവുകൾ നിലച്ചു. ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈ നീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിൻ്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽ കൂര പൊക്കി നോക്കി. നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു. 2-ാം മാസം 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോട് കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഇനി 9-ാം അധ്യായം. നോഹയുമായി ഉടമ്പടി. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടാക്കി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനോട് കൂടിയ അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ.
നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. ദൈവം തുടർന്ന് അരുളിച്ചെയ്തു, എല്ലാ തലമുറകൾക്കു വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളിച്ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരായിരുന്നു. ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫെത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്ന് ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിത്തീരും. അവൻ തുടർന്ന് പറഞ്ഞു, ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കാനാൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ. യാഫെത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ. ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും. കാനാൻ അവനും അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. നമ്മുടെ കർത്താവായ ശംശയ്ക്ക് സ്തുതി. നമുക്ക് ഇനി ഈ വായിച്ച അധ്യായങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് വിചിന്തനം ചെയ്യാം. ചെറിയൊരു രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കാം, റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. ജലപ്രളയം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിന്മ വർദ്ധിച്ചപ്പോൾ ദൈവം ഒരു വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ഭൂമുഖത്തുള്ള എല്ലാം നശിപ്പിക്കുന്നു. ഈ ജലപ്രളയത്തിലൂടെ ഭൂമുഖത്തുള്ള എല്ലാം നശിപ്പിക്കുകയും, എന്നാൽ നോഹ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായ ഒരു വ്യക്തിയായതുകൊണ്ട് നോഹയും നോഹയുടെ കുടുംബവും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയായിട്ട് ദൈവം രക്ഷിക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന്. അങ്ങനെ ഒരു പെട്ടകത്തിൽ അവരെ ആക്കി രക്ഷിക്കുന്നു ദൈവം. അപ്പം ഇവിടെ നമ്മൾ ഈ ജലപ്രളയത്തെ നമ്മുടെ മാമോദിസയും ആയിട്ട് താരതമ്യം ചെയ്യുന്നതാണ് വളരെ ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ജലപ്രളയത്തിലൂടെ പഴയ പാപം നിറഞ്ഞ മനുഷ്യരെല്ലാം നശിക്കുകയും പുതിയൊരു ജനത ഉണ്ടാകുന്നു. പാപം ഇല്ലാതെ ഒരു പുതിയ ജനതയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവം ഈ വലിയ ജലപ്രളയം ഇവിടെ ഭൂമിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പുതിയ ജനത ഫോം ചെയ്യുന്നു. നമ്മളുടെ മാമോദിസയിലൂടെ നമ്മൾ പാപത്തിന് മരിച്ച് ഈശോയിൽ പുതിയ സൃഷ്ടികളായി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനപ്പെടുന്നു. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കൂദാശയാണല്ലോ മാമോദിസ. പിന്നെ ഈ ജലപ്രളയത്തിൽ നമ്മൾ കാണുന്ന ഒരു ഇതാണ് 40 രാവും 40 ദിവസവും ഭൂമുഖത്തെല്ലാം
ഈശോ മഴ പെയ്യ്ക്കുന്നതായിട്ടാണ്. ഈ 40 എന്നുള്ള ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് അവിടെ കാണുന്നത്. അതായത് നമ്മൾ പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 40 ദിവസം 40 വർഷം ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ വന്നതും എല്ലാം. അങ്ങനെ ഈ പ്രളയവും അങ്ങനെ 40 ദിവസം നിന്ന്. അതുപോലെ തന്നെ ഈശോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈശോ മിശിഹ സാത്താനാൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് പിശാചിനാൽ 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തിൽ 40 ദിവസം തുടരുന്നതായിട്ടും അങ്ങനെ പിന്നെ പിശാച് വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 40 എന്നുള്ള ആ സംഖ്യയ്ക്ക് ദൈവവചനത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ ഈ പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ജലപ്രളയം അതായത് നമ്മുടെ മാമോദീസ എന്ന കൂദാശയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പോലെ പുതിയൊരു ജനത രൂപപ്പെടുന്നതിന് വേണ്ടി ദൈവം ഈ പ്രളയം കൊണ്ടുവരുന്നു. അങ്ങനെ ആ പ്രളയത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. അതിനുശേഷം നോഹ ഈശോയ്ക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ബലി അർപ്പിക്കുന്നു, ബലിപീഠം സ്ഥാപിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള നോഹയുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ദൈവം പറയുന്നു ഇനി ഒരിക്കലും ഭൂമി ഫുള്ള് നശിച്ചു പോകുന്ന രീതിയിലൊരു ജലപ്രളയം ഉണ്ടാവുകയില്ല. പിന്നെ അതിൻ്റെ ഒരു അടയാളമായിട്ട് ദൈവം മഴവില്ല് സ്ഥാപിക്കുന്നു. അപ്പം മഴവില്ല് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ പുതിയ ജനത, നോഹയുടെ മക്കൾ, അതിലുള്ള പുതിയ ജനറേഷനാണ് വരുന്നതാണ് പുതിയ ജനത. അപ്പം ഭൂമുഖത്ത് വീണ്ടും ഒരു പുതിയ ജനത സൃഷ്ടിക്കപ്പെടുന്നു നോഹയുടെ മക്കളിലൂടെ. പിന്നെ നമ്മൾ കാണുന്ന സെയിം നഗ്നത, അതായത് നഗ്നത പാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതാണ് നഗ്നത. പാപത്തിൻ്റെ പരിണിത ഫലമാണ് നഗ്നത. നഗ്നരായിരിക്കുക, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ നഗ്നമായ ഒരവസ്ഥയിലായി തീരുന്നു. ഇവിടെ നോഹ മതിമറന്ന് തന്നെ മറന്ന് മദ്യപാനം ചെയ്ത് വീഞ്ഞു കുടിച്ച് മത്തനായി ലഹരി അയാളെ നഗ്നത പോലും അറിയാത്തില്ലാത്ത രീതിയിലാക്കി തീർത്തു. അങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ടോട്ടലി നഗ്നരായി തീരുകയും നമുക്ക് ആ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നെ ഷേമും ഹാമും യാഫത്തും അതിൽ ഷേമും യാഫത്തും അപ്പൻ്റെ നഗ്നത ദർശിച്ചില്ല. പക്ഷേ ഹാം ആണ് അപ്പൻ്റെ നഗ്നത ദർശിച്ചത്. അതിന് ബൈബിളിനെ ഇയറിലൂടെ അച്ഛൻ പറഞ്ഞു തന്ന് നമുക്ക്, അതായത് കാനാൻ ഫുൾ ശപിക്കപ്പെടും എന്ന് ശാപം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് ഷേം സ്വന്തം പിതാവിൻ്റെ നഗ്നത കാണുമ്പോൾ കണ്ടത് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം അമ്മയുടെ നഗ്നത അവൻ അതിനു മുൻപ് കണ്ടിരുന്നു. മീൻസ് നഗ്നയാക്കി അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ ഇതായിട്ട് സൂചിപ്പിക്കുന്നതാണ് ഫാദറിൻ്റെ നഗ്നത കാണുന്നു ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കാനാനെ ദൈവം നോഹ ശപിക്കുന്നത്. അങ്ങനെ കാനാൻ്റെ വംശാവലി നശിക്കപ്പെട്ട ഒരു വംശാവലിയായി മാറുന്നു. അങ്ങനെ ഇത് നമ്മൾ പഴയ നിയമത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ് പുതിയൊരു ജനത സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ. അപ്പം നമുക്ക് ഇത്രയെല്ലാം മനസ്സിലാക്കി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ, അങ്ങയുടെ അനന്തമായ കരുണയും സ്നേഹവും ഓർത്ത് നന്ദി പറയുന്നു.
ഈശോയെ, ഞങ്ങൾക്ക് കൂടുതലായി വചനം വായിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരുന്നുകൊണ്ട് ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. ഈശോയെ, ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയം വഴിയായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ ഇഷ്ടത്തിന് ഉള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ. നന്ദി, സ്തുതി, ആരാധന പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോമിശിഹായ്ക്കും പരിശുദ്ധാത്മാവായ നിത്യസഹായകനും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതനും സർവശക്തനും സർവാധിപനുമായ സ്നേഹപിതാവേ, അപ്പ ഈശോയെ, ഞങ്ങളുടെ സ്നേഹരാജാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നിത്യസഹായക, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി അർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.